നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബർ 5 തീയതി വൈകിട്ട് 5:26 വ്യാഴം രാശി മാറുന്നു. കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന വ്യാഴം പുണർദം നക്ഷത്രത്തിന്റെ 2ാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ 1ാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് വ്യാഴം മിഥുനം രാശിയിൽ 2026 ജൂൺ 2 തീയതി വരെ തുടരുന്നതാണ്. ശേഷം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി മീനക്കൂറുകാരായ പൂരുരുട്ടാതിയുടെ 4ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്. മീനരാശിക്കൂറുകാർക്ക് ജന്മഭാവത്തിന്റെയും കർമ്മഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ 5ാം ഭാവത്തിലാണ് നിന്നിരുന്നത്. എന്നാൽ ആ വ്യാഴം ഡിസംബർ 5 4ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഗുണദോഷ സമ്മിശ്രമാണ്. നിലവിലെ വ്യാഴത്തിന്റെ 5ാം ഭാവസ്ഥിതി നിമിത്തം ഇവരുടെ വാഹനങ്ങൾക്ക് പലവിധേന റിപ്പയറുകളും മറ്റും വരുന്നതിനും താൻ വിൽക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയാതെ കയ്യിൽ നിന്നും പണം ഒരുപാട് ചെലവായി പോയ അവസ്ഥകളുമെല്ലാം നിലവിൽ വന്നിട്ടുണ്ടാകും. ഇവരുടെ കുട്ടികൾക്ക് രോഗം വരുന്നത് നിമിത്തമോ അതല്ലെങ്കിൽ ഇവർക്ക് തന്നെയോ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു തുക ചിലവഴിക്കേണ്ടതായ സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ടാകും. ഇവർ ജോലി സംബന്ധമായോ ജോലി അന്വേഷിച്ചോ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് ദൂരെ പോയി മാറി താമസിക്കേണ്ട സ്ഥിതിവിശേഷവും കഴിഞ്ഞ കുറച്ചു നാളായി അനുഭവിച്ചിട്ടുണ്ടാകണം. ജോലിയിലെ സ്ഥലം മാറ്റവും അലച്ചിലും കൂടാതെ ജോലി സ്ഥലത്തെ പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിമിത്തം ഇവർക്ക് വലുതായ മനോവ്യത ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ 5ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇനി 4ാം ഭാവത്തിലേക്ക്, അതായത് മാതൃസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലുതായ ദുരിതങ്ങൾക്ക് ഒരു ചെറിയ അയവ് വരുന്നതാണ്. എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും. ബന്ധുക്കൾ നിമിത്തം പലവിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്കുണ്ടായേക്കാം. ഇവർക്ക് ഒരു പക്ഷേ മാതൃവീട്ടുകാരുടെ ഭാഗത്തു നിന്നോ മാതാവിന്റെ ഭാഗത്തു നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയായേക്കില്ല. ഇവർ എല്ലാവരോടും വളരെ വിനയമായി മാത്രമേ പെരുമാറാൻ ഇടയാകുകയുള്ളൂ. എത്ര ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പോലും ഇവർ വളരെ സൗമ്യമായി സംസാരിക്കുന്നതിന് ഇടയാകും. മനസ്സിന് ചാഞ്ചല്യവും വരുന്ന ഏതൊരു പരിതസ്ഥിതിയിലും ഇവർ ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളാൻ ഇടയാകുന്നതുമാണ്. വ്യാഴത്തിന് 8ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ലഭിക്കാനിടയില്ലാത്ത പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് ഇടയാകും. പരീക്ഷാ റിസൾട്ടുകളെ സംബന്ധിച്ച് ആശങ്ക അനുഭവപ്പെടുകയും ചെയ്യും. സംഗീത കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശയാത്ര ചെയ്യാൻ ഇടയാകും. പൊതുവെ യാത്രാക്ലേശം വർദ്ധിക്കുന്നതാണ്. മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മനസ്സിന് കൂടുതൽ സ്വസ്ഥത നൽകും. ഇവർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനുമെല്ലാം സാധിക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ലാഭം വന്നുചേരും. ബിസിനസ് സംബന്ധമായി വിദേശത്തേക്കും മറ്റും യാത്ര ചെയ്യേണ്ടതായ അവസരങ്ങളും ഉണ്ടാകും. മാത്രമല്ല കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ്. സമയവും കഠിനാധ്വാനവും ബിസിനസിനു വേണ്ടി കൂടുതൽ ചിലവഴിക്കാൻ ഇവർ തയ്യാറാകും. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത്. എന്നാൽ ഇവർക്ക് വ്യാഴമാറ്റത്തിന് ശേഷം വാഹന ഗുണം നന്നായി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനിടയാകുകയും തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളോ മറ്റോ വാങ്ങുന്നതിനും
തന്റെ കുടുംബത്തെ പഴയ കഷ്ടപ്പാടുകളിൽ നിന്നും നീക്കി കുറച്ചുകൂടി സാമ്പത്തികമായി ഉയർച്ച നൽകുന്നതിനുമെല്ലാം ഈ വ്യാഴമാറ്റം കാരണമാകും. 10ാം ഭാവാധിപത്യം വഹിച്ച വ്യാഴത്തിന് അഷ്ടമഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയായേക്കാം. ലോട്ടറി, ബിസിനസ് ഓർഡർ, വസ്തു കച്ചവടം മുതലായവയിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാം. തൊഴിൽ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം വ്യാഴമാറ്റത്തോടെ മാറുന്നതാണ്. എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ മാനസികമായി വളരെയധികം പ്രയാസം അനുഭവപ്പെടാൻ ഇടയാകും. കൃഷി സംബന്ധിയായി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കാർഷിക യന്ത്രങ്ങളോ മറ്റോ ലോൺ മുഖേന എടുക്കാൻ ഇടയായേക്കും. ഫാമിംഗ് മേഖലകളിലുള്ളവരാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാനും ഇടയാകും. ഇവർ പ്രാണായാമം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിത്യവും പഠിച്ച് അത് ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമാണ്. അപ്രകാരം ചെയ്യുന്നതിലൂടെ മാനസികമായി വളരെ സന്തോഷം കൈവരുന്നതിനും എല്ലാവിധ പ്രതിസന്ധികളെ നേരിടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് പുതിയ സംരംഭം തുടങ്ങുന്നതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിജയിപ്പിക്കുന്നതിന് സാധിക്കാത്ത അവസ്ഥയെല്ലാം വ്യാഴമാറ്റത്തോടു കൂടി മാറി തന്റെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിച്ചു തുടങ്ങും. കടങ്ങളെല്ലാം അല്പാൽപമായി വീട്ടുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. ജോലിയിൽ മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായ അല്പം ഈ കാലഘട്ടത്തിൽ ലഭിച്ചു തുടങ്ങുന്നതാണ്. തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ ഏത് രോഗമാണെങ്കിൽ പോലും വിശദമായി വൈദ്യപരിശോധന നടത്തേണ്ടതും നല്ലൊരു ജീവിത രീതി അവലംബിക്കുന്നതിനും മികച്ച സമയമാണ് വ്യാഴമാറ്റത്തോടെ കടന്നു വരുന്നത്. നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം, മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ പ്രയാസമാണെങ്കിൽ പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ്. എന്നാൽ ശനിയുടെ ജന്മസ്ഥിതി നിമിത്തം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ മടിയായിരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. പണം കൂടുതൽ ഉണ്ടാക്കണമെന്ന ജാഗ്രതയോടെ ഷെയർ മാർക്കറ്റ് പോലുള്ളവയുമായി ബന്ധപ്പെട്ട ക്ലാസുകളിലും മറ്റും പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട്. ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. വീട്ടിലെ ഗൃഹോപകരണങ്ങൾക്ക് ചില അറ്റകുറ്റപ്പണികൾ വന്നുപെട്ടേക്കാം. തന്നിമിത്തം ധനച്ചെലവും വന്നു ഭവിക്കും. കൂടാതെ അപ്രതീക്ഷിതമായി വസ്ത്രം, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ്. വ്യാഴത്തിന് മീനക്കൂറുകാരുടെ 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി വന്നു ഭവിച്ചേക്കാവുന്ന ചിലവുകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ശനി കൂടി അനുകൂലമല്ലാത്തതിനാൽ വീട് പണിയുന്നതിന് വലുതായ ലോണുകളോ മറ്റോ എടുക്കുന്നതിനും അല്പാൽപമായി അവ വീട്ടി തുടങ്ങുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മമേഖല വളരെ അനുകൂലമായി വരുന്നതാണ്. ഇവർക്കൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ വാഹനത്തിന് റിപ്പയർ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം. അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഗുണപ്രദമാണ്. ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പണം ചെലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുവകകൾ വാങ്ങിച്ചിടുന്നതും ഗുണപ്രദമാണ്. അതായത് പണച്ചെലവ് വരും എന്നുണ്ടെങ്കിൽ അത് രോഗാവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഇടകൊടുക്കാതെ ആ ചിലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിയിടുന്നത് വളരെ ഗുണപ്രദമാണ്. മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം വീട് പണിക്കും വാഹനം വാങ്ങുന്നതിനുള്ള കാര്യങ്ങൾക്കുമായി ലഭിക്കുകയും ചെയ്യും. അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിനും ഇടയാക്കും. തന്റെ മാനസികമായുള്ള സമ്മർദ്ദത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടി താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും ഇടയാകാവുന്ന ഒരു സമയമാണിത്. ഇത്തരം യാത്രകൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കടന്നു വരികയും മാനസികമായി വളരെയധികം ശക്തി ആർജിക്കുകയും ചെയ്യുന്നതാണ്. മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല. എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത്.
അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാലുള്ള നക്ഷത്രദശയും ജാതകത്തിലെ അരിഷ്ടയോഗങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായും അനുഭവത്തിൽ വരിക. മീനരാശിക്കൂറുകാർക്ക് ശനി ദോഷപ്രദനാണെങ്കിലും വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും. കൃഷി സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ശാസ്ത്ര സംബന്ധിയായും വിദ്യാഭ്യാസപരമായും ആത്മീയപരമായും പ്രവർത്തിക്കുന്നവർക്കും പബ്ലിക് റിലേഷൻ, ഭരണാനുബന്ധ മേഖലകൾ, പണസംബന്ധിയായി ജോലി ചെയ്യുന്നവർ, ജ്യോതിഷം മുതലായവ കൈകാര്യം ചെയ്യുന്നവർ, ഗണിത്തൊഴിലാളികൾ, ഉപദേശകർ മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് വ്യാഴമാറ്റത്തിനു ശേഷം ഏറെ ധനസൗഭാഗ്യങ്ങൾ സിദ്ധിക്കും. നിങ്ങൾക്ക് ഡിസംബർ 5 ശേഷം വ്യാഴം അനുകൂല ഭാവത്തിലല്ല സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇവർക്ക് വ്യാഴം 5ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ജൂൺ 2-ാം തീയതി വരെ കഴിയുന്നവർ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴമാറ്റത്തിന്റെ അനുകൂല ഫലങ്ങൾ മുഴുവനായും ലഭിക്കുന്നതാണ്. അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് 9 തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടാനും മറക്കരുത്.